കൊച്ചി ഇടപ്പള്ളിയിൽ പുതുവത്സര രാത്രിയിൽ വീട് കയറി ആക്രമണം. 15 പേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ആരോപണമുയരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. സമീപവാസിയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരാതി. ഇളമക്കര പോലീസ് അന്വേഷണം തുടങ്ങി. 15 പേരടങ്ങുന്ന സംഘമാണ് പുതുവത്സര രാത്രിയിൽ വീട് കയറി ആക്രമണം നടത്തിയത്. കൊച്ചി ഇടപ്പള്ളി പോണേക്കര റോഡിൽ ഞായറാഴ്ച രാത്രി 11:30യോടെയായിരുന്നു ആക്രമണം. വീട്ടിലുണ്ടായിരുന്നവരെ വിളിച്ചിറക്കി പ്രായമായവരെയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പലർക്കും അന്ന് പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു. 2 വീട് അപ്പുറത്തുള്ള പയ്യനോട് കയറി വന്നു. ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഒരു കാര്യം സംസാരിക്കാനുണ്ട്, താഴത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, നീ ഇവിടെ നിന്ന് സംസാരിച്ചോളൂ, ഇവിടെ ബാക്കി എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ചേച്ചിയോട് മാത്രം പറഞ്ഞു താഴത്തേക്ക് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു. സോ എൻ്റെ കൈ പിടിച്ച് വലിച്ചു താഴത്തേക്ക് പോകാം. പക്ഷെ ഞാൻ വലിയ സ്പീഡ് ശക്തി കുറച്ച് കൂടിയതുകൊണ്ട് ഞാൻ ഈ കസേരയിൽ നിന്ന് താഴത്തേക്ക് വീണു. എൻ്റെ അച്ഛനെ തള്ളിയ പവൽ അവൻ്റെ കഴുത്തിൽ പിടിച്ചു, പറഞ്ഞ ആളുടെ കഴുത്തിന് പിടിച്ചു. പിന്നെ ഒരു കൂട്ടത്തിൽ ഒരു ഗ്യാങ് വന്ന് അറ്റാക്ക് ചെയ്യുകയായിരുന്നു ചെയ്തത്. 2 വർഷം മുൻപ് വീട്ടിൽ നിന്ന് ഇരുമ്പ് ഷീറ്റ് മോഷ്ടിച്ചതിന് സമീപവാസിക്കെതിരെ കുടുംബം കേസ് കൊടുത്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് മർദ്ദനമെന്നാണ് വീട്ടുകാർ പറയുന്നത്. പോലീസ് ഒന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നു, ഞങ്ങളുടെ മൊഴി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഒന്ന് മഹസർ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇവരെ ഈ ഗ്യാങ്ങിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ എന്തായാലും സ്വാഭാവിക ജീവന് ഭീഷണിയുണ്ട്. സംഭവത്തിൽ ഇളമക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അമൃത ന്യൂസ്, കൊച്ചി.